ഇപ്പോൾ ഡോക്ടർ എഴുതുന്ന ഒരാഴ്ചക്കുള്ളിൽ മരിക്കും. അതുപോലെ അവർ 65 കിലോ ഉണ്ടായിരുന്ന 40 കിലോയിലേക്ക് വന്നു. ഉമിനീർ ക്യാൻസർ വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞാൽ മരിക്കുമെന്ന് എഴുതി വെച്ചിട്ടുള്ള, കഴിച്ചിട്ട് വെള്ളം പോലും കഴിച്ചിട്ട് വർഷങ്ങളായിട്ടുള്ള ആൾക്കാർ. ആ കുട്ടി ഒരു 3 മിനിറ്റ് പിടിച്ചു കഴിഞ്ഞപ്പം അവർ പറഞ്ഞു എനിക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞു. വെള്ളം കുടിക്കാത്ത ആളാണ്. മുദ്ര വെച്ചിട്ടുള്ള പരിപാടിയൊക്കെ ഉണ്ട്. അവിടെ ചെയ്തു കഴിഞ്ഞാൽ ഉടനെ അവിടെ റിലാക്സേഷൻ കിട്ടും, ഉറപ്പ്. പക്ഷേ റിസൾട്ട് കൂടുതൽ കാലിലാണ്, കൈയിനെക്കാട്ടിലും കൂടുതൽ റിസൾട്ട് കാലിലാണ്. ഉലുവ, ചെറുപയറാണ് കോമൺ ആയിട്ട്. പിന്നെ നമുക്ക് സ്പെസിഫിക്കേഷൻ വേറെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഹാർട്ടിന് ആപ്പിൾ സീഡ് ഉപയോഗിക്കാം, കുറച്ചുകൂടെ പവറാണ്. അപ്പം അതതിന് ഇപ്പം നമുക്ക് കിഡ്നിക്ക് കിഡ്നി ബീൻ, പേര് തന്നെ കിഡ്നി ബീൻസ് അതിൻ്റെ പേര് തന്നെ. അപ്പോൾ കിഡ്നി ബീൻസ് കിഡ്നിക്ക് ഏറ്റവും നല്ലതാണ്. നല്ല 2 വാക്ക് മരുന്നിൻ്റെ ഗുണം ചെയ്യുമെന്ന് പറയുന്നില്ലേ? ചില പറയില്ലേ, ചില ഡോക്ടേഴ്സ് ഡോക്ടറെ ഒന്ന് കണ്ടാൽ മതി, ഡോക്ടറിൻ്റെ പറയാം. ചില ഡോക്ടർമാര് പാരസെറ്റമോൾ ആയിരിക്കും നമുക്ക് തരുന്നത്, പക്ഷെ വേറെ ഒരു ഡോക്ടർ പാരസെറ്റമോൾ തന്നാലും നമ്മുടെ പനി മാറില്ല. പക്ഷെ ഈ ഡോക്ടർ തന്നു കഴിഞ്ഞാൽ അത് മാറും. കാരണം നമുക്ക് അദ്ദേഹത്തിന്റെ മേലുള്ള ഒരു വിശ്വാസം കൊണ്ടാണ്. ചിലർ പറയും അസുഖമായിട്ട് വന്നതാണ്, വീട്ടിൽ ഇരിക്കും ഭയങ്കര പ്രശ്നം, ഡോക്ടറിലേക്ക് വന്നപ്പോൾ എനിക്ക് പറയാനൊന്നുമില്ല, എൻ്റെ അസുഖം എല്ലാം മാറി, എനിക്ക് ഡോക്ടറെ കണ്ടാൽ മതി എന്ന് പറയുന്നത്. അവരുടെ വിശ്വാസം അനുസരിച്ചാണ് സജഷൻ കൊടുക്കുന്നത്, മനസ്സിലായപ്പോൾ. അപ്പോൾ ക്രിസ്ത്യനാണെങ്കിൽ അവരേത് ദൈവത്തെയാണ് അതൊക്കെ നമ്മൾ അറിഞ്ഞെടുക്കണം. അങ്ങനെ പല രീതിയിൽ അവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ, കഴിക്കുന്ന ആഹാരങ്ങൾ, അവരുടുക്കുന്ന ഡ്രസ്സിൻ്റെ കളറ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇതെല്ലാം ചോദിച്ച് അവരെല്ലാം നമ്മൾ അവർ എന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്ന രീതിയിലേക്ക്. അത് നമ്മൾ സാധാരണ നിലയിൽ നമുക്ക് അങ്ങനെയാണ് അല്ലേ? നമുക്ക് അതുപോലെ ഷെയറിങ് എന്ന് പറയുന്നത്, എന്നെ അതുപോലെ സ്നേഹിക്കാനും ചോദിക്കാനും അതിന് തക്ക രീതിയിൽ എനിക്ക് എന്തിനും സംശയം തീർക്കാൻ വരുമ്പോൾ പിന്നെ നമുക്ക് വേറെ ഒരാളെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. അവിടെ നമ്മൾ എന്ത് ഓപ്പണിംഗ് ആണ്. അപ്പോൾ അവിടെ കലർപ്പില്ലാത്ത ഒരു ബന്ധങ്ങളാണ് വരുന്നത്. അപ്പം ആ കോൺഷ്യസിലേക്ക് നമ്മൾ ഓരോ വ്യക്തികളെ കൊണ്ടെത്തണം. അപ്പോൾ നമ്മൾ പേഷ്യൻ്റ് വന്നു കഴിയുമ്പോൾ അവരോട് ചോദിക്കുമ്പോൾ തന്നെ അവർക്ക് പറയും ചില പറയില്ലേ, ചില ഡോക്ടേഴ്സ് ഡോക്ടറെ ഒന്ന് കണ്ടാൽ മതി, ഡോക്ടറിൻ്റെ പറയാം. ചില ഡോക്ടർമാര് പാരസെറ്റമോൾ ആയിരിക്കും നമുക്ക് തരുന്നത്, പക്ഷെ വേറെ ഒരു ഡോക്ടർ പാരസെറ്റമോൾ തന്നാലും നമ്മുടെ പനി മാറില്ല. പക്ഷെ ഈ ഡോക്ടർ തന്നു കഴിഞ്ഞാൽ അത് മാറും. കാരണം നമുക്ക് അദ്ദേഹത്തിന്റെ മേലുള്ള ഒരു വിശ്വാസം കൊണ്ടാണ്. ചിലർ പറയും അസുഖമായിട്ട് വന്നതാണ്, വീട്ടിൽ ഇരിക്കും ഭയങ്കര പ്രശ്നം, ഡോക്ടറിലേക്ക് വന്നപ്പോൾ എനിക്ക് പറയാനൊന്നുമില്ല, എൻ്റെ അസുഖം എല്ലാം മാറി, എനിക്ക് ഡോക്ടറെ കണ്ടാൽ മതി എന്ന് പറയുന്നത്. അതൊക്കെ നമ്മുടെ മനസ്സിന്റെ ബിക്കോസ് ഓഫ് എനർജിയാണ്. ഒരാളെ കാണുമ്പോൾ ഉണ്ടാകുന്ന വൈബ്, ആ വിശ്വാസം, പിന്നെ അദ്ദേഹം കൊടുക്കുന്ന പ്രസൻസ്, ആ പ്രസൻസ് ഒരു ചിരി മതി, അല്ലെങ്കിൽ ഒരു വാക്ക് മതി. ഇതൊക്കെ വെച്ചോണ്ടിരിക്കണം ചുമ്മാ ഇത് പ്രശ്നമില്ല, തീർന്നു എന്ന് പറഞ്ഞാൽ തീർന്നു, അത്രയേ ഉള്ളൂ. അല്ലാതെ മരുന്ന് പോലും വേണ്ട. അപ്പം നമ്മൾ ഈ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഓരോ വ്യക്തിയുടെ നീഡ്സ് മനസ്സിലാക്കി അതിന് നമുക്ക് അവർ സപ്പോർട്ടീവായിട്ട് അനുഭവപൂർണ്ണമായിട്ടുള്ള നല്ല വാക്കുകൾ കൊടുത്തു കഴിയുമ്പോഴത്തേക്കിന് അവർ ഓൾമോസ്റ്റ് ബാലൻസ്ഡായി. പിന്നെ മെഡിസിൻ എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് സെക്കൻഡറിയാണ്. ഏറ്റവും നല്ല പറഞ്ഞില്ലേ, നല്ല 2 വാക്ക് മരുന്നിൻ്റെ ഗുണം ചെയ്യുമെന്ന് പറയുന്നില്ലേ? അപ്പം ഇതാണ് നമ്മൾ എങ്ങനെ ഒരു വ്യക്തിയെ ഉൾക്കൊള്ളാനായിട്ടുള്ള ബോധത്തിലേക്ക് നമുക്ക് കണക്ട് ചെയ്യും, അവരുടെ പ്രോബ്ലം കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അവരെ കൺവിൻസ് ചെയ്യുക, അല്ലെങ്കിൽ അവരെ ആ ബോധ്യം അവിടെ എന്താണോ അവർ മനസ്സിലാക്കിയിരിക്കുന്നത് അതിൽ നിന്ന് മാറ്റിയെടുക്കണം. അതിന് ഉദാത്തമായ രീതിയിൽ അവരോട് സംസാരിക്കുമ്പോൾ അവർ ഓക്കെ ആയി. ശരിയാണ് അല്ലേ? ഇതാണ് കൗൺസിലിംഗ് നടക്കുന്നത്. പക്ഷേ കൗൺസിലിംഗ് നമുക്ക് ഈ പറയുന്ന രീതിയിലേക്ക് ഈ ഹിപ്നോട്ടിസ്റ്റ് സ്റ്റേജിലേക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കുറേ കാര്യങ്ങൾ പറയാൻ പിന്നെയും വരുമ്പോൾ ഈ സൊസൈറ്റിയിലേക്കല്ലേ വരുന്നത്, അതുകൊണ്ടൊന്നും പറയാനൊന്നുമില്ല. പക്ഷേ ഹിപ്നോട്ടിസ്റ്റ് അങ്ങനെയല്ല, നമുക്ക് സജഷൻ കൊടുത്ത് അതിനെ കംപ്ലീറ്റ് കട്ട് ചെയ്ത് കളയാം, ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റുന്ന സെക്ഷനിലേക്കുണ്ട്. അങ്ങനെ നമുക്ക് ഓരോ സെക്ഷനിൽ ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോൾ ഈ സുജോക്കിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ സാർ നേരത്തെ പറഞ്ഞു സീഡ്സ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഏതൊക്കെ തരത്തിലുള്ള സീഡ്സ് ആണ് നമ്മൾ? സീഡ്സ് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് ഉലുവ, ചെറുപയറാണ് കോമൺ ആയിട്ട്. പിന്നെ നമുക്ക് സ്പെസിഫിക്കേഷൻ വേറെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഹാർട്ടിന് ആപ്പിൾ സീഡ് ഉപയോഗിക്കാം, കുറച്ചുകൂടെ പവറാണ്. അപ്പം അതതിന് ഇപ്പം നമുക്ക് കിഡ്നിക്ക് കിഡ്നി ബീൻ, പേര് തന്നെ കിഡ്നി ബീൻസ് അതിൻ്റെ പേര് തന്നെ. അപ്പോൾ കിഡ്നി ബീൻസ് കിഡ്നിക്ക് ഏറ്റവും നല്ലതാണ്. അപ്പം അതുപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന പാൻക്രിയാസിൻ്റെ ഷേപ്പ് തന്നെയാണ് നമ്മുടെ നമ്മുടെ ഗ്രേപ്പ് സീഡ്. അപ്പം അങ്ങനെ കുറേ സീഡുകളുണ്ട്. അപ്പം അത് ഓരോന്നിനും ഇതെല്ലാം ഇങ്ങനെ ഒട്ടിച്ച് വെക്കുക തന്നെയാണ് അത് നമ്മൾ അതിൻ്റെ കറസ്പോണ്ടൻസ് പോയിന്റുകളുണ്ട്. ആ കറസ്പോണ്ടൻസ് പോയിന്റ് വലുപ്പം അനുസരിച്ച് എത്ര വേണോ അത്രയും നിറച്ച് വെക്കാം, കുറച്ച് കൂടിയാൽ കുഴപ്പമൊന്നുമില്ല.
ഞാൻ ചോദിക്കട്ടെ, നമ്മളിപ്പോൾ കയ്യിലെ കറസ്പോണ്ടൻസിനെ കുറിച്ചാണ് നമ്മൾ കൂടുതൽ സംസാരിച്ചത്, അല്ലെങ്കിൽ രാഹുലിനെ ട്രീറ്റ് ചെയ്തപ്പോൾ നമ്മൾ കണ്ടത് കയ്യിലെ നമ്മുടെ കൈപ്പാദത്തിൽ ഉണ്ടാവുന്ന കറസ്പോണ്ടൻസിനെ കുറിച്ചാണ്. നമ്മുടെ കാൽപാദത്തിൽ നമുക്ക് അത് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ കാൽപാദം നമുക്ക് എടുത്ത് കൺവിൻസ് ആയിട്ട് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടോ? മനസ്സിലായി. അപ്പൊ കാല് പൊക്കാന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. അപ്പൊ കൈ പോലെ നമുക്ക് കാലെടുത്ത് ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേ? പക്ഷെ റിസൾട്ട് കൂടുതൽ കാലിലാണ്. കൈയിനെക്കാളും കൂടുതൽ റിസൾട്ട് കാലിനാണ്. ഓക്കെ. അല്ല, എന്റെ ചോദ്യം എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഈ കയ്യിലുള്ള അതേ കറസ്പോണ്ടൻസ് ആണോ കാലിലുള്ളത്? അതെ. അപ്പൊ അത് കാലിന്റെ വലിപ്പം കൂടും. അപ്പൊ കാലെന്ന് പറയുന്നത് പാദം നീള കൂടുതലാ, വിരലുകൾ ചെറുതാ അല്ലേ? അപ്പൊ നമ്മുടെ കൈപ്പത്തി എന്ന് പറയുന്നത് കൈവിരലിനേക്കാളും കുറച്ച് നീളമുണ്ട്, കുറച്ച് ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് കൂടുതലുണ്ടാവും മാക്സിമം, ഇത്രയേ ഉള്ളൂ. പക്ഷെ കാൽപാദം അങ്ങനെയല്ല, നല്ല നീളം. അപ്പൊ അതനുസരിച്ച് കറസ്പോണ്ടൻസിന്റെ ലെങ്ത് കൂടും, വലിപ്പം വ്യത്യാസം വരും, പോയിന്റ് എല്ലാം സെയിം ആയിരിക്കും. ഓക്കെ. നമ്മളിപ്പോ ഈ റേക്കി ഹീലിംഗ് ഒക്കെ ചെയ്യുമ്പോഴേ നമ്മളത് ഡിസ്റ്റന്റ് ഹീലിംഗ് കൊടുക്കാൻ സാധിക്കും, നമുക്ക് ഓൺലൈൻ വഴി ഹീലിംഗ് കൊടുക്കാൻ സാധിക്കും. അതുപോലെ ഈ സുജോക് തെറാപ്പി നമുക്ക് ഓൺലൈൻ ആയിട്ട് ഇപ്പൊ നമുക്കിപ്പോ നിങ്ങൾക്ക് ഒരു മൈഗ്രെയിന്റെ പ്രോബ്ലം ഉണ്ട്. ഇപ്പൊ എത്രയും പേര് ഹാർട്ട് ബുദ്ധിമുട്ടായിട്ട് എന്നെ ഡൽഹിയിൽ നിന്ന് ഒരു ആൾക്കാർ വിളിച്ചിട്ടുണ്ട്. സ്പോട്ടിൽ നമുക്ക് എന്താ വീഡിയോ കോളിൽ നമുക്ക് പോയിന്റ് കാണിച്ചു കൊടുക്കാം. അപ്പം എന്നിട്ട് അവരോട് പറയാം, എല്ലാവരുടെയും വീട്ടിലുള്ള പെൻസിൽ, ആ പെൻസിലെടുത്ത് ഇന്ന പോയിന്റിലൊന്ന് ഇങ്ങനെ ആൻറ്റി ക്ലോക്ക് ചെയ്യണം, ഒരു 10 പ്രാവശ്യം അല്ലെങ്കിൽ 8 പ്രാവശ്യം അല്ല ഒരു 16 പ്രാവശ്യം അല്ല ഒരു 12 പ്രാവശ്യം ഇങ്ങനെ നിങ്ങൾ ചെയ്യൂ സ്പോട്ടിൽ. പിന്നെ കൈ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പോയിന്റുകളുണ്ട്, വിരലുകൊണ്ട്. അവിടെ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ അവിടെ റിലാക്സേഷൻ കിട്ടും, ഉറപ്പ്. പിന്നെ നമുക്ക് അല്ലാതെ വേറെ മുദ്ര വെച്ചിട്ടുള്ള പരിപാടിയൊക്കെ ഉണ്ട്. വേറെ സെക്ഷൻ കുറച്ചൊക്കെ ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. നമ്മളിപ്പോൾ പീരീഡ്സുമായി ബന്ധപ്പെട്ട്, സ്ത്രീകളുടെ പീരീഡ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ ചില യോഗ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ചില യോഗ പോസ്റ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഈ മുദ്രകളെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ്, ചില രീതിയിലുള്ള മുദ്രകൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പീരീഡ്സിന്റെ ക്രാംസ്, നമുക്കറിയാം സ്ത്രീകളെ സംബന്ധിച്ച് വളരെയധികം ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു സംഭവമാണ് പീരീഡ്സിന്റെ വയറുവേദന, അതല്ലെങ്കിൽ നടുവേദന, സിംറ്റംസ്, അല്ലെങ്കിൽ ആ സമയത്തുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ, ഇത്തരത്തിലുള്ള വയറുവേദന, നടുവേദന കോമൺ ആയിട്ട് വരുന്ന പീരീഡ്സിന്റെ സമയത്തുണ്ടാവുന്ന പ്രശ്നങ്ങൾക്ക് ഇത്തരത്തിലുള്ള മുദ്രകൾ യോഗ സജസ്റ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ഞാൻ. അതുപോലെ തന്നെ സുജോക്കിന്റെ ഭാഗമായി ഇത്തരത്തിൽ മുദ്രകളോ എന്തെങ്കിലും ഉണ്ടോ? അല്ല, സുജോക്കിന് ആദ്യം മുദ്രകളില്ല. പക്ഷെ മുദ്ര മെഡിറ്റേഷൻ എന്ന് പറയുന്നുള്ള വലിയ ക്ലാസ്സുകൾ വേറെയുണ്ട് സുജോക്കിന്റെ. അതിൽ ഞാനൊരു 2 ലെവല് പഠിച്ചിട്ടുണ്ട് മുദ്രകൾ. അതിനകത്ത് മുദ്രകളുണ്ട്. അപ്പോൾ അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ കുറച്ച് ഹെയറിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു പോയിന്റിൽ മുദ്ര പിടിച്ചു കഴിഞ്ഞാൽ പ്രാക്ടിക്കൽ സെഷനൊക്കെ ഉമിനീർ ക്യാൻസർ വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞാൽ മരിക്കുമെന്ന് എഴുതി വെച്ചിട്ടുള്ള, കഴിച്ചിട്ട് എത്രയോ വെള്ളം പോലും കഴിച്ചിട്ട് വർഷങ്ങളായിട്ടുള്ള ആൾക്കാർ. അപ്പോൾ അവർ സാറിങ്ങനെ മുദ്രയുടെ ക്ലാസ് എടുത്തുകൊണ്ടെന്ന് ഒരു മുദ്ര പിടിക്കാൻ പറഞ്ഞു. ആ കുട്ടി ഒരു 3 മിനിറ്റ് പിടിച്ചു കഴിഞ്ഞപ്പം അവർ പറഞ്ഞു, എനിക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞു. വെള്ളം കുടിക്കാത്ത ആളാണ്. വെള്ളം കൊടുത്ത് ജ്യൂസ് കുടിച്ചു, ആഹാരം കഴിച്ചിട്ടാണ് പോയത്. ഇപ്പോൾ ഡോക്ടർ എഴുതുന്ന ഒരാഴ്ചക്കുള്ളിൽ മരിക്കും. അതുപോലെ അവർ 65 കിലോ ഉണ്ടായിരുന്ന 40 കിലോയിലേക്ക് വന്നു. അത്രയും ഡേഞ്ചറസ് സിറ്റുവേഷൻസ്. അപ്പോൾ ഇതുപോലെ നമ്മൾ പ്രാക്ടിക്കൽ സെക്ഷനൊക്കെ അതുപോലെ ക്രിട്ടിക്കലായിട്ടുള്ള പേഷ്യൻറ്റിനെ വെച്ച് നമ്മളിതെല്ലാം കണ്ടിട്ടുള്ള വ്യക്തിയാണ്, ഏത് രോഗത്തെയും. അപ്പോൾ ആ രീതിയിലുള്ള പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് നല്ല ഗുരുക്കന്മാരിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് കോൺഫിഡൻ്റ് ആണ്. ഇപ്പം നമ്മൾ ഏത് രോഗം വന്നാലും മുകളിലിരിക്കുന്ന ആൾ കൃത്യമായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ രോഗശമനം ഉണ്ടാകും. അത് പുള്ളിക്കാരൻ 1% പെർമിഷൻ തന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഗ്രാഫ് കയറ്റി കൊണ്ടുവരാം. അത് ഗ്യാരണ്ടിയാണ്. അല്ലാതെ എത്രത്തോളം കാലം നമുക്ക് അത്രയും ഗ്യാരണ്ടി നമുക്ക് സുജോക്കിനകത്ത് പറയാനുണ്ട്. പക്ഷേ നമുക്ക് യാതൊരു വിധത്തിലുള്ള സൈഡ് എഫക്റ്റ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്കൊരു ഹാർട്ടിന് കാർഡിയാക് അറസ്റ്റ് വന്ന ഒരാൾ, അല്ലെങ്കിൽ ഹാർട്ടിന് ബ്ലോക്ക്, അതുപോലെ സിവിയർ ആയിട്ടുള്ളൊരു പ്രോബ്ലം, അപ്പോൾ നമ്മൾ സുജോക്ക് തെറാപ്പി ചെയ്യുകയാണെന്ന് വെക്കുക. അപ്പം പുള്ളി ഹാർട്ടിൻ്റെ പോയിൻ്റ് ഇവിടെയാണ്. അപ്പോൾ ഈ ഹാർട്ടിന് പകരം പുള്ളി തെറ്റി ഇവിടെയാണ് പിടിച്ചെന്ന് വെച്ചോ, ഇങ്ങോട്ട് മാറിപ്പോയി. അല്ല, ചിലർ പഠിക്കുന്നത് ഇവിടെ പോയിന്റ് കാണിക്കില്ല, ഇത്രയും ഭാഗം കാണിക്കില്ല. അപ്പം അവരിവിടെ മാത്രമേ ചെയ്യുന്നുള്ളൂ എന്ന് വെക്കുക. അല്ലെങ്കിൽ മാറിപ്പോയി, ചെയ്യാൻ ഉദ്ദേശിച്ച് ഇവിടെ ചെയ്തു വന്നപ്പോൾ മാറിപ്പോയി. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കാം, നമുക്കെന്തെങ്കിലും ഡാമേജ് ഉണ്ടാവോ? ഒരിക്കലും ഡാമേജ് ഉണ്ടാവില്ല. കാരണം എന്താ, ഇത് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കോൺഷ്യസ്നെസ് ട്രീറ്റ്മെൻറ്റാണ്.
അപ്പോൾ ഇത് കറസ്പോണ്ടൻസ് ആണ്. ഓക്കെ, കറസ്പോണ്ടൻസാണ്. അപ്പോൾ ഇത് ഹാർട്ടിൻ്റെ പോയിൻ്റ് ആണെന്നുള്ള തോട്ടിലാണ് പിടിക്കുന്നത്. ഹാർട്ടാണ് എന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ഇത് കോൺഷ്യസ്ലി കണക്റ്റഡ് ആണ്, യൂണിവേഴ്സുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ആ ഹാർട്ടിൻ്റെ അസുഖം മാറാൻ വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് തെറ്റിയാണ് ചെയ്യുന്നെങ്കിൽ പോലും നമുക്ക് യാതൊരു വിധത്തിലുള്ള സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല പൂർണ്ണമായിട്ടും. പിന്നെ അവിടെ ഒരു പക്ഷേങ്കിൽ നമുക്ക് കിട്ടേണ്ട റിസൾട്ടിൻ്റെ ഗ്രാഫ് ചിലപ്പോൾ ഒരു പക്ഷേ കുറഞ്ഞേക്കാം. ഇതൊരു തരത്തിലൊരു മെഡിറ്റേഷനും കൂടി ഇതിന്റെ പാരലായിട്ട് നമ്മൾ ഉണ്ട്, നമുക്ക് പഠിക്കാനുണ്ട്. അത് മെഡിറ്റേഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ കോൺഷ്യസ് നിങ്ങളെ എന്താ ചെയ്യുന്നത്, നിങ്ങളുടെ ഹാർട്ടിൻ്റെ പ്രശ്നം എന്താണോ അത് മാറണം എന്നുള്ള ശുദ്ധമായ തോട്ടോട് കൂടിയാണ് പിടിച്ചിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അത് പിന്നെ നമ്മുടെ എവിടെ പിടിച്ചാലും ഓർഗൻ വരുന്ന ടെക്നിക്ക് എനിക്കറിയാം, വേറെയുണ്ട്. അങ്ങനത്തെ ഒരു അങ്ങനെയുണ്ട്. അപ്പോൾ അത് സ്റ്റെം സെൽ എന്ന് പറയും, ഞാൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ള സുജോക്കിനകത്തുള്ള ഒരു ചെറിയ കണ്ടന്റിനെ ഡെവലപ്പ് ചെയ്തിട്ട് ഞാനൊരു തെറാപ്പിയായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് എവിടെ വേണമെങ്കിലും പിടിച്ച് ഹാർട്ടാക്കാം. നിങ്ങളുടെ ഏത് ഓർഗനെ ഞാൻ എവിടെ വേണമെങ്കിലും കാണിച്ചു തരാം, ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മാറ്റി കാണിച്ചു തരാം. കൈ ആയിക്കോട്ടെ, കാലായിക്കോട്ടെ, ഏത് ഓർഗൻ ആയിക്കോട്ടെ, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആയിക്കോട്ടെ, ഹാർട്ട് ആയിക്കോട്ടെ, ലിവർ ആയിക്കോട്ടെ, സ്പ്ലീൻ ആയിക്കോട്ടെ, കിഡ്നി ആയിക്കോട്ടെ, ബ്രെയിൻ ആയിക്കോട്ടെ, എന്തും എവിടെ വേണമെങ്കിലും കാണിക്കാം. അത് വേറെ സയൻസ്. ഓക്കെ, ഞാൻ വേറെ കാണിച്ചു. നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോ സാറ് പറയുകയുണ്ടായി, എന്താ പറയാ, നമ്മുടെ ഉള്ളിലുള്ള പേടി, അതല്ലെങ്കിൽ കുറ്റബോധം, ആങ്സൈറ്റി, അതിനെ നമുക്ക് നമ്മുടെ ഒരു പോയിന്റിൽ വെച്ച് കൊണ്ടുവരാൻ സാധിക്കും. ഒന്നിനെയും പേടിയില്ലാത്തവരെ ആ ഒരു എന്താ പറയാ കുറ്റബോധത്തിന്റെ അവസ്ഥയിലേക്ക് എത്തിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. ഇതിന്റെ പോലെ തന്നെ അതൊരു സ്വഭാവ ഗുണമാണ്. അതുപോലെ തന്നെയുള്ളതാണ് ഈ ഹൈപ്പറായിട്ട് ദേഷ്യപ്പെടുന്നവര്, ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്ന, ചെറിയ കാര്യങ്ങൾക്ക് പോലും ബഹളം വെക്കുന്നവര്, ചിലപ്പോൾ ഭയങ്കര കാഷ്വൽ ആയിട്ട് ഇരിക്കുന്നവരായിരിക്കും, പക്ഷെ ഒരു പോയിന്റിൽ പൊട്ടിത്തെറിക്കുന്നവരുണ്ടാവും. ഇത്തരത്തിലുള്ളവരുടെ ഈ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാൻ നമുക്ക് എന്താണ് ചെയ്യുന്നത്? അതിന്റെ ബൈപ്പോളർ ആ സെക്ഷനാ. ബൈപ്പോളർ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അവർ എന്താ ചെയ്യുമെന്ന് പറയാൻ പറ്റൂല. അല്ല, ബൈപ്പോളർ എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് സ്വഭാവ രീതികൾ ഒരേ സമയം കൊണ്ടുപോകുന്നവരാണല്ലോ. രണ്ട് സ്വഭാവം മാത്രമല്ല, അവർ വളരെ വയലന്റ് ആവും. എന്താ ഏത് നിമിഷം അവർ സ്വഭാവം മാറുമെന്ന് പറയാൻ പറ്റില്ല. രണ്ട് ഡിസോർഡറായിട്ട് മാത്രമല്ല, അവർ പല രീതിയിലാണ് അവർ ബിഹേവ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ പറയുന്ന ഇപ്പം എന്താ പറയുക, ദേഷ്യം, ഭയങ്കര ദേഷ്യം ഓട്ടിസം ഉള്ള കുട്ടികൾക്കും ഉണ്ടാകുന്നതാണ്. ഇപ്പം പറഞ്ഞ കാര്യം എന്താ പേര് പറഞ്ഞത്? ദേഷ്യം അല്ല, ദേഷ്യമല്ല, അതിന് ഞാൻ പെട്ടെന്ന് വാക്ക് മറന്നു. ഹൈപ്പറായിട്ട് ബിഹേവ് ചെയ്യുന്നത്, ഹൈപ്പർ ആക്ടിവിറ്റീസ്. അപ്പം അത് ദേഷ്യത്തിൻ്റെ ഒരു ഭാവവും. പിന്നെ നമുക്ക് ഒന്നും കിട്ടാതെ വരുമ്പോൾ നമ്മളെ ശ്രദ്ധിക്കുന്നില്ല, അതെല്ലാം കൂടെ ചേരുമ്പോഴിടുന്ന ഒരു സാധനമാണ്. അത് ഒരു പരിധി വരെ ആ വ്യക്തി ഉണ്ടാക്കിയെടുക്കുന്ന. ഓക്കെ, ഇപ്പം നമ്മൾ എക്സാമ്പിള്, കല്യാണം കഴിഞ്ഞൊരു പുതിയ കുട്ടി വീട്ടിലേക്ക് വരുമ്പം അമ്മ വന്നിട്ട് ലാസ്റ്റ് ഹൈപ്പർ ആകുന്ന സെക്ഷൻസ് ഉണ്ട്. കാരണം എന്താ, മോൻ അമ്മയോട് സ്നേഹം കുറയും. ഇത് നമ്മൾ സിനിമയ്ക്കകത്തും സീരിയലിനകത്തൊക്കെ ഒരുപാട് കാണിക്കുന്നുണ്ട്, ഒരുപാടുണ്ട്. കാരണം എന്താ, മകൻ്റെ സ്നേഹം കുറഞ്ഞു പോകുന്നുണ്ടോ എന്നുള്ളൊരു തോന്നലായിട്ട് അമ്മ പ്രാക്ടിക്കലായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തിട്ട് ഹൈപ്പറായിട്ടെന്ന ആൾക്കാരുണ്ട്, ദേഷ്യപ്പെടും. എന്നിട്ട് പിന്നെ അവർ അതിലേക്ക് വരും ലാസ്റ്റ് അറിയാതെ തന്നെ. ഇത് ചെറുതായിട്ട് ഇത് കാണിച്ച് ഹൈപ്പറായിട്ട് വരുന്ന ഹൈപ്പറിലേക്ക് വരും ലാസ്റ്റ്. പിന്നെ അവർ അങ്ങനെ ആയിത്തീരും. ഇപ്പം നമ്മൾ എക്സാമ്പിൾ, ഇപ്പോൾ സൈക്കിക്കായിട്ടുള്ള ഡോക്ടേഴ്സ് ലാസ്റ്റ് നമ്മൾ സിനിമയ്ക്കകത്ത് കാണുന്ന പോലെ അവരും ഈ സൈക്കിക്കായിട്ട് മാറുന്നതായിട്ടുള്ള അവസ്ഥ ഉണ്ടോയെന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട്. എന്തുകൊണ്ടാണ്? കാരണം നമ്മൾ ഒരുപാട് ആൾക്കാരുടെ ഈ ഇമോഷൻ മുഴുവൻ കേട്ട്, അത് കംപ്ലീറ്റ് ഇതുപോലെയുള്ള സെക്ഷൻസാണ്. അപ്പോൾ ഇത് മുഴുവൻ അവർ കേട്ട് ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുക. ഇതിനെ റിലീസ് ചെയ്യാൻ അവരൊന്നും പഠിക്കുന്നില്ല, അവർ മെഡിറ്റേഷൻ ഒന്നും ചെയ്യുന്നില്ല. മനസ്സിലായോ? നമ്മൾ എത്ര സാധനം ഇങ്ങോട്ട് വന്നാൽ ഇതിനകത്തോട്ട് കയറത്തില്ല. കയറിയാൽ തന്നെ അത് കളയാനായിട്ട് നമുക്ക് മെഡിറ്റേഷൻ ഉണ്ട്. ഞാൻ 1.5 മണിക്കൂർ 2 മണിക്കൂർ മെഡിറ്റേഷൻ ഉണ്ട് ഡെയിലി. അപ്പോൾ നമുക്കിതെല്ലാം റിലീസ് ചെയ്ത് കളയാം. അല്ല, ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ഈ ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാൻ ഇതുപോലെ ഒരു പോയിന്റ് ഉണ്ടോ? അങ്ങനെ പോയിന്റ് ഇല്ല. അത് നമുക്ക് ഓരോ മെറിഡിയനാണ്. അത് ഹൈയർ സാധനമാണ്. അപ്പോൾ അതിന് നമ്മൾ സാധാരണ 5 എലമെന്റ് എന്ന് പറയും, പഞ്ചഭൂതങ്ങൾ. അപ്പോൾ നമ്മുടെ 5 എലമെന്റ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ 5 എലമെന്റ് കൂടാതെ നമ്മൾ ഗ്രാവിറ്റിയെ 6 എടുത്തിട്ടുണ്ട്, ഗ്രാവിറ്റി സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ 6 എലമെൻ്റ് ഉണ്ട്. അതുകൂടാതെ 8 എലമെൻ്റ് എന്ന് പറയുന്ന സെക്ഷൻ കൂടി ഉണ്ട്, കുറച്ചുകൂടെ ഹയർ ആയിട്ടാണ്. അപ്പോൾ അതിനെ ഓരോ പോയിന്റുകളാണ്. അപ്പോൾ ആ പോയിന്റുകൾക്കും ഓരോ ഫങ്ഷനാണ്. അപ്പോൾ ആ ഫങ്ഷൻ അറിഞ്ഞിട്ട് ആ മെറിഡിയനിൽ കയറിയിട്ട് ഇന്നടത്ത് ചെയ്യുകയാണ്.
അപ്പം നമുക്ക് പേടി മാറാനാണെങ്കിൽ ആ പേടി മാറ്റണം. അപ്പോൾ അതുണ്ടാകുന്ന ആങ്സൈറ്റിയാണ്. മനസ്സിലായി? അപ്പോൾ ആങ്സൈറ്റി കുറയ്ക്കാനുള്ള സാധനം നമുക്കുണ്ട്. അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പം പുള്ളി പറയും ഭയങ്കര റിലാക്സാണ്. ആ സാറ് ചെയ്ത് കഴിഞ്ഞപ്പം എനിക്കങ്ങനെയില്ല. അപ്പോൾ നമ്മൾ ഇപ്പം ആങ്സൈറ്റി ഉണ്ട്, ഇപ്പം നമുക്ക് ഒരാൾക്കൊരു പേടിയുണ്ട്, ട്രോമ പോലെ വന്നു. അപ്പോൾ ആ അനുഭവം